നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. ആറങ്ങോട്ടുകരയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 അപകടങ്ങൾ. ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അതിരപ്പള്ളിയിൽ നിന്ന് മടങ്ങുകയായിരുന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. അപകടത്തിൽ ഷാഫിയുടെ ഭാര്യയ്ക്കും എതിർദിശയിൽ വന്ന ബൈക്ക് യാത്രക്കാരനും പരിക്ക്. അതേ സ്ഥലത്തു നിന്നും 200 മീറ്റർ അകലെ ലോറി മറിഞ്ഞു. ലോറി മറിഞ്ഞതിനെ തുടർന്ന് 4 മണിക്കൂറിലധികം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയിൽ LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് ആവേശകരമായ തുടക്കം. വളർച്ചയുടെ തുടർച്ച ജനകീയ പിന്തുണയോടെ എന്ന മുദ്രാവാക്യമുയർത്തി ജാഥ ഒക്ടോബർ 1 മുതൽ 4 വരെ നഗരസഭയിൽ പര്യടനം നടത്തും. K. രാധാകൃഷ്ണൻ MP പെരിങ്ങണ്ടൂരിൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ. നവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് വിജയദശമി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ ഹരിശ്രീ മന്ത്രം മുഴങ്ങും. പുലർച്ചെ മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകളിൽ കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് ആദ്യ ചുവടുവെക്കും. വിദ്യാരംഭത്തിന് മുന്നോടിയായി വിപണിയിൽ കരിമ്പ് കച്ചവടം പൊടിപൊടിക്കുന്നു. കരിമ്പിനും പൊരിക്കും ആവശ്യക്കാർ വർദ്ധിച്ചു. വിദ്യാരംഭത്തിന് പുറമെ വാഹന പൂജയും ആയുധ പൂജയും വിപുലമായി നടക്കും. മുള്ളൂർക്കരയിൽ ബൈക്ക് മോഷ്ടിച്ച് ഒളിപ്പിച്ച സംഭവത്തിൽ അയൽവാസി അറസ്റ്റിൽ. ആറ്റൂർ സ്വദേശിയായ വിനിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണം പോയ ബൈക്ക് നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിൽ മണലാടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ആറ്റൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജയ് കൃഷ്ണന്റെ ബൈക്കാണ് മോഷ്ടിച്ചത്. മണലാടിയിലെ ഒരു വീടിന്റെ പിന്നിൽ ബന്ധുവിന്റെ ബൈക്കാണെന്ന് പറഞ്ഞ് ഒളിപ്പിച്ച നിലയിലായിരുന്നു വാഹനം.